Hi friends, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടത് ബസ്മതി റൈസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണത്. പിന്നെ സവാള ഒന്ന് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ്, കാപ്സിക്കം, cabbage ഒരു പിടി മതിയാവും. പിന്നെ 3 മുട്ട, പിന്നെ സോയ സോസ്, ടൊമാറ്റോ സോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാനിതിൽ ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം സവാളയും വെളുത്തുള്ളി ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൈസി എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി അല്ല നോർമൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടികളൊക്കെ ഒഴിവാക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഇടാം. ക്യാരറ്റ്, കാപ്സിക്കം, cabbage. ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഉപ്പ് എല്ലാവിടേക്കും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ സോയ സോസ് ഒഴിക്കാം. ഒരു 1.25 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. സോയ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് ഇട്ടിട്ട് ഏകദേശം എല്ലാതും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3-4 പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അത് നിലവിലില്ല. അതുകൊണ്ട് മല്ലിയില മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പൈസി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.